രതീഷ് ചക്രപാണി, രാഷ്ട്രീയ നിരീക്ഷകൻ. അടിയന്തരാവസ്ഥ കാലത്ത്, അതായത് 1977 നാം കണ്ടതുപോലെ, ഈ ജയപ്രകാശ് നാരായണൻ്റെയൊക്കെ നേതൃത്വത്തിൽ നാം കണ്ടതുപോലെ രാജ്യത്ത് സമാന്തരമായ ചിന്തകളുള്ളവരെല്ലാം ഒന്നിച്ചുകൊണ്ട് ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒന്നിക്കുകയാണ്. അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് ഈ സമരം പോകുന്നത്. കർഷകരുടെയും അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളുടെ, കായിക താരങ്ങളുടെയും ഒക്കെ നിരവധി അടയാളപ്പെടുത്തിയ സമരങ്ങൾ ദില്ലിയിൽ നാം കണ്ടതാണ്. പക്ഷേ അതിനേക്കാൾ ഒക്കെ അപ്പുറത്തേക്കുള്ള ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ്. കാരണം വിദ്യാർത്ഥികളുടെ വിഷയമാണ്. അത് ഓരോ കുടുംബത്തിലേക്കും അരിച്ചിറങ്ങുന്ന ഒന്നാണ്. 25 ലക്ഷം വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിച്ചതാണ്. അതുകൊണ്ട് അവരുടെ കുടുംബങ്ങൾ, ഇനി അത്തരത്തിൽ പരീക്ഷ എഴുതാനുള്ളവരുടെ കുടുംബങ്ങൾ, ഈ വിദ്യാർത്ഥി സമൂഹം ഒന്നാകെ താതാത്മ്യം പ്രാപിക്കുകയാണ്, പരകായ പ്രവേശം ചെയ്യുകയാണ് ഈ വിഷയത്തിലേക്ക്. അതാണ് മോദിക്ക് വലിയ രീതിയിൽ ചലനം സംഭവിക്കുന്നത്, അടിപതറിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതാ മോദിയും അമിത്ഷയും തന്നെ രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് മുദ്രാവാക്യങ്ങൾ നീങ്ങുന്നു. രതീഷ് ചക്രപാണി. ഏറ്റവും ആദ്യത്തെ ആവശ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും നരേന്ദ്രമോദി തന്നെ രാജിവെക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കണമല്ലോ. എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്തത്? ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ആ മിനിസ്ട്രിയുടെ ഒരു കാര്യവും നോക്കിയിട്ടില്ല. പകരം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വലിയ തോതിൽ ഇടപെടലുകൾ നടത്തിയിരുന്നു. അത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിൻ്റെയും വളരെ കൃത്യമായി അവരുടെ പ്ലാനുകൾ മറ്റു പല സംസ്ഥാനങ്ങളിലും എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെയും ചുമതലകളും അതുപോലെ തന്നെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ജനങ്ങൾക്ക് പോലും ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു ഗ്രാവിറ്റി, പ്രശ്നത്തിൻ്റെ ഒരു തീവ്രത എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതിൽ ഞാൻ ഒരു 1-2 ഉദാഹരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാം. ഇപ്പം കഴിഞ്ഞ തവണ 2023 മാത്രം രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്നത് എൻട്രൻസ് കോച്ചിങ്ങുകളുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ആ രാജസ്ഥാനിലെ കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്ത് 26 കുട്ടികൾ, ഈ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 2027 അത് 17 കുട്ടികളാണ്. 2021 മുതൽ 26 വരെയുള്ളത് എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതുമായി ലിങ്ക് ചെയ്യപ്പെട്ട കുട്ടികൾ 93 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷത്തോളം വരുന്ന ടോട്ടൽ സീറ്റുകളിലേക്ക് ഏതാണ്ട് 22 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ പരീക്ഷ എഴുതുന്നതിൻ്റെ സമ്മർദ്ദം സഹിക്കവയ്യാതെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ള കുട്ടികളുടെ എണ്ണമാണിത്. നാരായണ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ നിന്ന് മാത്രം ഏതാണ്ട് 24 കുട്ടികൾ ഒരു വർഷം മാത്രം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള വലിയ സമ്മർദ്ദത്തിനിടയിലോട്ട് പോകുന്ന കുട്ടികളെയാണ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷ ഏറ്റവും ഫലപ്രദമായി എഴുതിയതിന് ശേഷം അതിൽ വലിയ കൃത്രിമത്വം കാണിച്ചു എന്നുള്ള പേരിൽ ഈ പറയുന്ന അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്. ഇതിൽ മരണത്തിലേക്ക് തള്ളിവിട്ടവരുടെ പേര് മാത്രമേ നമുക്കറിയുള്ളൂ. ഇതുകൊണ്ട് മാനസിക അസ്വസ്ഥ ഉണ്ടായവർ, ജീവിതത്തിൽ ഈ പറയുന്ന പോലെ വലിയ മാനസിക അസുഖം ബാധിച്ചവരുടെയൊക്കെ നമ്പർ എത്രത്തോളമാണെന്ന് ആരെങ്കിലും കണക്കെടുത്താൽ അത് അത്യന്തം ഭീതിജനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. കാരണം ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ സമ്മർദ്ദം താങ്ങാതെ തന്നെ മാനസിക നില തെറ്റിപ്പോയിട്ടുള്ള ആളുകൾ നിരവധിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഈ എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് പ്രശ്നമാകാത്തതെന്നുള്ളത്. ഞാൻ പണ്ട് ക്യാറ്റിൻ്റെ എൻട്രൻസ് എക്സാം എഴുതാൻ പോയപ്പോഴത്തേക്ക് അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ട്. അതിനുശേഷവും നിരവധി തവണ ലീക്കായിട്ടുണ്ട്. ഈ ലീക്കാവുമ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പ്രേക്ഷകരും എൻ്റെ പ്രിയപ്പെട്ട സഹപാനലിസ്റ്റുകളും ഒക്കെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ സെല്ല് ചെയ്യുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ഇപ്പോൾ ക്യാറ്റിൻ്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന IIM ക്യാറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാകണമെങ്കിൽ നമ്മൾ അതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുന്ന പരീക്ഷ എഴുതുന്ന ആളുകളെ കണ്ടുപിടിക്കണം, അതിൽ സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളെ കണ്ടുപിടിക്കണം. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം അങ്ങോട്ട് ലീക്കാക്കി കൊടുക്കാൻ പറ്റില്ല. കാരണം ലീക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വെർബൽ എബിലിറ്റിയിലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും ഒക്കെ തന്നെ ഫുള്ള് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പരീക്ഷ റദ്ദാക്കപ്പെടും. കാരണം അങ്ങനെ ഒരു കാരണവശാലും ഒരു കുട്ടിക്കും കറക്റ്റാക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അവർ ചെയ്തുകൊണ്ടിരുന്നത്, ഞാനന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ OMR ഷീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത്
കൃത്യമായി ഇപ്പോൾ ഒരു 18 കറക്റ്റാക്കുകയും 4 തെറ്റിക്കുകയും ചെയ്യുന്ന ലെവലിൽ കൃത്യമായി ഒരു കട്ട് ഓഫ് മാർക്ക് കടക്കുന്ന ലെവലിൽ OMR ഷീറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഈ നീറ്റിൻ്റെ പരീക്ഷയിലൊക്കെ തന്നെ 22 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയപ്പോൾ നമുക്കിപ്പോൾ അറിയാമല്ലോ അജിംഷാദെ, നാളെ കൈരളി TV-യിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പത്രത്തിലോ പരസ്യം കൊടുക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാണ്, 20 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ പരസ്യം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു നെറ്റ്വർക്ക് സംവിധാനമുണ്ട്. ആ നെറ്റ്വർക്കിങ്ങിലൂടെയാണ് ഇത് വിൽക്കപ്പെടുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായാൽ ഏറ്റവും കുറഞ്ഞത് 100, 150 കോടി രൂപ, 200 കോടി രൂപ ലാഭമുണ്ടാക്കാമെന്ന് പറയുന്ന കാര്യമുണ്ട്. ഇതിലിപ്പോൾ വലിയ ആരോപണങ്ങളുണ്ട്. BJP-യുടെ തന്നെ ചില നേതാക്കന്മാരടക്കമുള്ള അല്ലെങ്കിൽ ലോക്കൽ നേതാക്കന്മാരടക്കമുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറയുന്ന അശ്വത് ബിവാൾ എന്നൊക്കെ പറയുന്ന നിരവധി ആളുകളുടെ പേരുകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടി പതറുകയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ പ്രകടമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെ തോന്നാതിരുന്നൊരു സമയത്ത് പോലും 303 നിന്ന് 240 സീറ്റുകളായി കുറഞ്ഞു. അതിനേക്കാൾ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ തയ്യാറാകാതിരുന്ന ആളുകൾ ഇനി ഒരുപക്ഷെ പ്രധാനമന്ത്രി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇപ്പം തന്നെ നമുക്കറിയാലോ, കഴിഞ്ഞ തവണ അവിടെ 100-200 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന പത്രം, അതാണ് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് പത്രം, അവരുടെ 18ഓളം വരുന്ന റിപ്പോർട്ടേഴ്സ് അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അജിംഷാദെ, ഇപ്പോൾ 12,000 എന്നൊക്കെയാണ് ആളുകൾ പറയുന്നതെങ്കിൽ പോലും അവർ പറയുന്നത് 60,000-ഓളം ആളുകളെങ്കിലും ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വിവിധ സ്ഥലങ്ങളിൽ അവർ തടയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ രോഷം ഈ പറയുന്ന പോലെ അടിച്ചമർത്താൻ കഴിയാത്തതുപോലെ അത് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിനെ നേരിടാൻ വേണ്ടി ചൈനീസ് ചാരനെന്നും രാജ്യദ്രോഹികളൊന്നും ഒക്കെ വിളിച്ചതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് 129 ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കൗട്ടുകൾ, അതിൽ 49 ഏറ്റവും മേജറായിട്ടുള്ള ലീക്കൗട്ടുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. അതിൽ നിന്ന് അങ്ങനെ നിസാരമായി ഒളിച്ചോടാം എന്നുള്ളത് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. തീർച്ചയായും